എനിക്ക് അഭിമാനമുണ്ട്. ശാരദാംബിക മെമ്മോറിയൽ ഹൈസ്കൂൾ പോലെ വളരെയേറെ പാരമ്പര്യമുള്ള സ്കൂളുകൾ നമുക്കുണ്ട്. അത്തരത്തിൽ 1, 2, 3 അല്ല, അതിൽ കൂടുതൽ എണ്ണപ്പെട്ട സ്കൂളുകൾ കൊണ്ട് ധന്യമായ ജില്ലയാണ് നമ്മുടേത്. അവയൊക്കെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തികച്ചും വ്യത്യസ്തമായ വ്യക്തിത്വം പുലർത്തുന്നു എന്ന കാര്യം എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുവാൻ സന്തോഷമുണ്ട്. പക്ഷേ അവർക്കൊന്നും കഴിയാത്ത വിധത്തിലുള്ള അത്ഭുതകരങ്ങളായ നേട്ടങ്ങളാണ് സെയിന്റ് മേരീസ് ടൗൺഷിപ്പ് സ്കൂൾ നേടിയിരിക്കുന്നത്. അതിന്റെ പിന്നിൽ എന്തുമാത്രം അധ്വാനവും പ്രയത്നവും ഉണ്ട് എന്ന് മൈ ഗോഡ്, എന്ത് കാലാവസ്ഥ! ഇതുപോലെ ഒരു മോണിറ്ററി ബെനിഫിറ്റും പ്രതീക്ഷിക്കാതെ വാട്ട് എ ഹോട്ട്! നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി നിശബ്ദം പ്രവർത്തിക്കുന്നവരോട് എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടണമെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. കലം കൊണ്ട് സ്വല്പം ഒന്ന് മാറ്റി. ആളുകളുടേതായ ഈ കാലഘട്ടം ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കഴിവുള്ള ഭൂരിപക്ഷം ഞാൻ ശാരദാംബിക മെമ്മോറിയൽ HSലെ സ്റ്റാഫാണ്, പുഷ്കരൻ, MK പുഷ്കരൻ. താനിത് എവിടെ പോയി കിടക്കായിരുന്നോ? പോയി ഒരു നാരങ്ങ വാങ്ങിച്ചോണ്ടോ? ഏർപ്പാടാക്കാം. താൻ പോയി വാങ്ങിച്ചോണ്ട് വന്നാ മതി. 2 എണ്ണം ആയിക്കോട്ടെ. അസിഡിറ്റിയും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ള ആള് നാരങ്ങ വെള്ളം കുടിക്കാൻ പോവാ. 1 എണ്ണം മതി കേട്ടോ. പുഷ്കു എന്റെ സ്കൂളിലെ പ്യൂണാ. അതെ, പ്യൂൺ സ്റ്റാഫാണ്. കാലൊന്നും മറ്റു ഫലം നഷ്ടം മാത്രമായിരിക്കും. അതുകൊണ്ട് ഈ ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തിലെ എല്ലാ സ്കൂളുകൾക്കും എല്ലാ വിധത്തിലും മാതൃകയായി തീർന്നിട്ടുള്ള സെയിന്റ് മേരീസ് ടൗൺഷിപ്പ് സ്കൂളിലെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും മറ്റ് സ്റ്റാഫിനും സർവോപരി ഹെഡ് മിസ്ട്രസിനും ഞാൻ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. മാത്രമല്ല, ഇന്നത്തെ ഈ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാൻ സന്മനസ് കാണിക്കുകയും ഏവരുടെയും കണ്ണും കാതും കവരുകയും ചെയ്ത അവരുടെ ബാൻഡ് ടീമിന് ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഒരു പ്രത്യേക പാരിതോഷികം നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങാനായി ഹെഡ് മിസ്ട്രസ് മിസ് മെറിയ ഫെർണാണ്ടസിനെയും ബാൻഡ് ലീഡറെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാഷൊന്നിറങ്ങ്. വേണ്ട വേണ്ട, ആ കളി ഇനി കളിക്കണ്ട. ഇന്നലെ താഴോട്ട് ഇറങ്ങിയപ്പോ വണ്ടി അങ്ങ് പോയി. 5 പൈസയല്ലേ ഉള്ളൂ. 5 അല്ല 10. ഇന്നലത്തെ ബാക്കി പിന്നെ ആര് തരും? 10 അത്രയല്ലേ ഉള്ളൂ. എന്താ നിസ്സാരമായി പോയോ? എന്നാ താണ്ടാ. അപ്പൊ വിലയുണ്ടല്ലേ? എന്നാ മാഷം ഇറങ്ങോട്ടെ. മേത്തുന്ന് വിടറോ. ഇപ്പൊ എവിടെ നിന്നാ ഉണ്ടായേ? സമയം കളയല്ലേ മാഷ, വേഗം ഒന്ന് ഇറങ്ങിക്കേ. സമയം കളയണ്ട, താൻ കടലാസി പൊതിഞ്ഞു വെച്ചോ. കഞ്ചമ്മാഷ് അത് നിന്റെ അപ്പൻ, ഞാൻ കണ്ണമ്മാഷ്. അപ്പനെ പറഞ്ഞാലേ ഷേപ്പ് പറഞ്ഞേ. അതെന്താണോ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലാത്ത പോലെ നോക്കണേ? നാണമില്ലല്ലോ 5 പൈസക്ക് വേണ്ടി. നാണിക്കുന്ന എന്തിനാ? ഈ സ്റ്റോപ്പിലേക്ക് 50 പൈസ 70 പൈസ ആക്കിയപ്പോ തന്നെ മാസം ബഡ്ജറ്റിൽ എത്ര കൂടിയെന്നറിയോ? 5 പൈസ എന്ന് പറയുന്ന മതി എച്ചിക്കണക്ക് പറഞ്ഞത്. സുനന്ദക്ക് എന്റെ വിഷമം അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് തന്നെ മാസം ഒന്ന് തേക്കാൻ ഞാൻ നക്ഷത്രം എണ്ണ. 48 മണിക്കൂറിനകം ബാൻഡ് മാസ്റ്റർ ഈ പുഷ്കരം കൊണ്ടുവന്നില്ലെങ്കിൽ മാഷിന്റെ പേര് മാഷിന്റെ പട്ടി കിട്ടോ? എന്റെ പട്ടി കിട്ടോ? കണ്ണമ്മാഷ ഏൽപ്പിക്കാമെന്നാണ് ഗോമതിയുടെ പക്ഷം. കാണാം ആർക്കാണ് കൂടുതൽ സാമർഥ്യമെന്ന് മാറ്റുരച്ച് നോക്കാനുള്ള സന്ദർഭമാണിത്. കണ്ണമ്മാഷെ ഞാനിക്കുറി അടിയറവ് പറയിക്കും. ഇത് സത്യം സത്യം സത്യം. ഇന്ന് വൈകിട്ട് ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുന്നു, കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു, ബാൻഡ് ട്രൂപ്പ് ഉണ്ടാക്കുന്നു. അല്ല, ഞാൻ എതിർപ്പ് പറയണമെന്ന് തോന്നണ്ട. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. താനിത് എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ടീച്ചേഴ്സ് റൂമിൽ അത്യാവശ്യം ഒരു ചായ വാങ്ങിച്ചോണ്ട് വരാൻ ഇവിടെ ഒരാളില്ല. അയ്യോ, ചായ കിട്ടിയില്ലേ? ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. തനിക്ക് വാങ്ങിച്ചോണ്ടെന്നാലെന്താ? ഇതെന്താടോ നെറ്റിയിലൊരു തിലകം? ഇവൻ വല്ല കളക്ടറും ആണ്ടതാ. ടീച്ചർ ഇവനെ ഇവിടെ പിടിച്ചു നിർത്തി ഇവന്റെ ഭാവി നശിപ്പിക്കരുത്.
ആ, നമ്മൾ ഇന്നലെ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഗോപാലകൃഷ്ണൻ പറയും. ഇന്നലെ ഞാൻ ക്ലാസ്സിലില്ലായിരുന്നു സാർ. അതിന്റെ വൃത്തി ഉണ്ടായിരുന്നു ഇന്നലെ ക്ലാസ്സിൽ. മതി മതി ഇരിക്കെ. അങ്ങനെ റാണിക്ക് വേണ്ടി ഇരു നാട്ടുരാജാക്കന്മാരും തമ്മിൽ ബദ്ധശത്രുതയിലായി. ഇടയ്ക്കിടെ യുദ്ധം ഉണ്ടാവുകയും പരസ്പരം വേല വെക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടോ ഇരു കൂട്ടരും തമ്മി തല്ലിയത് മിച്ചം. ഇന്ത്യ ചരിത്രം എന്നല്ല, ലോക ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കൊരു സൈലൻസ്, സ്റ്റാൻഡപ്പ്. എന്റെയും കൂടെ വില കളയാതെ പോടൂ. ആളാവരുത്, എപ്പോഴും ഈ പിള്ളേർ കൂടെ കാണൂല. പെണ്ണിനോ പണത്തിനോ വേണ്ടിയിട്ടാണ് ഇവിടെ യുദ്ധം ഉണ്ടാകുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ? ഗണേഷ്, ചെയ്തൊന്ന് കാണിക്കൂ. എക്സ്ക്യൂസ് മീ. ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി എൻ മാൻകിടാവേ. നിന്റെ മെയ്യിൽ പാതി പകുത്തു തരൂ, നിന്റെ മനസ്സിൽ പാതി എടുത്തു തരുമോ? ദൂരെ കിഴക്കുതിച്ചു മാണിക്യ ചെമ്പഴുക്ക. എക്സ്ക്യൂസ് മീ. എന്താ ഇത്? സ്റ്റാഫ് മീറ്റിംഗിലെ നോട്ടീസ് അല്ലേ ഇതോ? അയ്യോ, ഇത് മാറിപ്പോയി. ഇത് ഞാൻ എഴുതിയ ഒരു നാടകഗാനമാ. ഇതാ നോട്ടീസ്. ടീച്ചർക്ക് നാടകഗാനം ഇഷ്ടമാണോ? യൂസ്ലെസ്. ബാൻഡ് സംഘത്തിന്റെ കാര്യത്തിലെന്നല്ല, മറ്റെന്ത് കാര്യത്തിലാണ് രാഘവ മാഷ് അനുകൂലിച്ചിട്ടുള്ളത്? അനുകൂലിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അനുകൂലിക്കും. ഇതല്ല. സ്കൂളിന്റെ അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങൾക്ക് നേരെ മാനേജ്മെന്റ് അന്ധത നടിക്കുന്നതിലാണ് എനിക്ക് അമർഷം. ഒരു ബാൻഡ് സംഘം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഉച്ചക്കഞ്ഞി പ്രശ്നം. ഉച്ചക്കഞ്ഞിയേക്കാൾ കഷ്ടമാണ് യൂണിഫോമിന്റെ കാര്യം. ഇപ്പോഴും ബട്ടൺസ് ഇല്ലാത്ത നിക്കർ ഇട്ടുകൊണ്ടാണ് പലരും വരുന്നത്. ഒരു രക്ഷാകർതൃ സംഘടനയുടെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി? സാറേ, കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഈ ജനറേറ്റർ ഒന്ന് ഓഫ് ചെയ്തേ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഉറങ്ങിക്കോ. ഒരാൾക്ക് ഉച്ചക്കഞ്ഞി പ്രശ്നം, വേറൊരാൾക്ക് ബട്ടൺസ് ഇല്ല, ഇവിടെ ഒരാൾക്ക് രക്ഷാകർതൃ സംഘടന. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ ഇവിടെ അതല്ല വിഷയം. ചെറുതാണോ? ഗോമതി ടീച്ചറുടെ അഭിപ്രായത്തോട് എനിക്ക് 100% യോജിപ്പാണുള്ളത്. ഒരു ബാൻഡ് സംഘം നമ്മുടെ സ്കൂളിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തു ത്യാഗം സഹിച്ചിട്ടായാലും ശരി, അവരെക്കാൾ നല്ലൊരു ബാൻഡ് സംഘം ഉണ്ടാക്കി ഒരു കനത്ത തിരിച്ചടി നൽകണമെന്നാണ് എന്റെ അഭിപ്രായം. ഉണ്ടാക്കിക്കോ. ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒരു ഏകാധിപത്യ ഭരണ സംവിധാനം ഈ സ്കൂളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ അഭിപ്രായങ്ങൾ വെറും ഏട്ടിലെ പശുക്കളാണെന്ന് എനിക്കറിയാം. ഈ മീറ്റിംഗ് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. അയാള് രക്ഷപ്പെട്ടു. അതൊക്കെ അങ്ങനെ കിടക്കും. ഏതായാലും ബാൻഡ് സംഘം വേണമെന്നുള്ള കാര്യം നമ്മൾ ഐകകണ്ഠേന തീരുമാനിച്ചിരിക്കുന്നു. തീരുമാനം അസലായിട്ടുണ്ട്. പക്ഷെ ബാൻഡ് മാഷെ സംഘടിപ്പിക്കുന്ന കാര്യം ആരേൽക്കും? അത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏക്കണം. കുടന്നോടാതെ മാങ്ങ എടുക്കാൻ പറ്റുമോ? ഞാൻ പറയാം. ഒരല്പം പെയിനും സ്ട്രെയിനും ഒക്കെ എടുക്കേണ്ടി വരും. അതിന് പറ്റിയ ആള് കണ്ണമാഷ് തന്നെയാ. സ്റ്റാഫ് സെക്രട്ടറി ആ ചുമതല അങ്ങോട്ട് ഏൽപ്പിക്കണോ? ബാൻഡ് മാഷ് എന്ന് പറയുമ്പോ നമ്മുടെ സ്കൂളിന്റെ അന്തസ്സിനും അഭിമാനത്തിനും യോജിച്ച വിധത്തിലുള്ള ആളായിരിക്കണം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ മാഷേ? നല്ല തറവാടത്തുള്ള ഒരു മേൻ ആയിക്കോട്ടെ. എന്താ? മേനായിരിക്കണം നിർബന്ധമില്ല, നായരായിരിക്കണം. തറവാടിത്തമുള്ളതുകൊണ്ട് മാത്രമായില്ല, നല്ല ചുണയുള്ള ആളായിരിക്കണം. ഇനി വല്ല നിബന്ധനയുണ്ടോ? മദ്യപാനം, പുകവലി തുടങ്ങി മറ്റ് വൃത്തികെട്ട ശീലങ്ങളൊന്നുമുള്ള ആളായിരിക്കരുത് എന്നൊരു അഭിപ്രായമുണ്ട്. അതെ, രത്നകുമാരി അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. കലാകാരൻ മാഷായിട്ട് വരുമ്പോ സൂക്ഷിക്കണം. സ്കൂള് കള്ളു ഷാപ്പ് ആകരുതല്ലോ. പിന്നെ വിവാഹിതനാണെങ്കിൽ സ്വഭാവശുദ്ധിയെ കുറിച്ച് ശങ്ക വേണ്ട. കുടുംബമായ ആളാണെങ്കിൽ നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാലോ. എന്തേ? അതെ. എന്താ അതെ, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെ പറഞ്ഞോളൂ. നല്ലൊരു ബാൻഡ് മാഷ കൊണ്ടുവരാൻ പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട്, പുഷ്കു. വാദ്യോപകരണങ്ങളിൽ വാസനയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ദൗത്യം പുഷ്കരനെ ഏൽപ്പിക്കാം. പുഷ്കരന്റെ വാസനയുടെ കാര്യമൊന്നും പറയണ്ട. പിന്നെ വേണമെങ്കിലും ഒന്ന് അന്വേഷിച്ചോട്ടെ. മാണിക്കൊത്ത് കുഞ്ഞിരാമൻ പുഷ്കര, നീ അങ്കത്തട്ടിലെ ചേകോരാണ്. അങ്കക്കച്ച മുറുക്കിക്കോളൂ. സദാചാരബോധവും സന്മാർഗനിഷ്ഠയുമില്ലാത്ത രാഷ്ട്രീയം മടുത്തിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഈ പ്രചരണം തുടങ്ങിയത്. രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത പല സംഘടനകളും ഞാൻ ഉണ്ടാക്കി. ഒടുവിൽ എന്തു പറ്റി? ഞാൻ പുറത്തായി, സംഘടനകളൊക്കെ രാഷ്ട്രീയക്കാരുടെ പോക്കറ്റിലുമായി.
സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെയാണ് മാറി. അപ്പൊ അങ്ങനെ ചെയ്യാം. കണ്ണാ തനിക്കൊരു കത്തുണ്ട്. ഓ, ആ കത്തൊന്നെടുത്ത് കൊടുത്തേ. എങ്ങോട്ടാണ് പുറപ്പാട്? വേണ്ട, അംഗം കുറിച്ചവർ തമ്മിൽ അന്വേഷണം വേണ്ട. അംഗം കുറിക്കാൻ നീ ആര്? ആരോ വിളിച്ചവരെ? അത്രയ്ക്കങ്ങ് വേണ്ട. നിങ്ങൾക്കൊരു ധാരണയുണ്ട്, ഞാനൊരു പ്യൂണും അവരൊരു ടീച്ചറും അല്ലേന്ന്. പ്രേമത്തിന് മുമ്പിൽ ടീച്ചറും പ്യൂണും ഇല്ല, ആണും പെണ്ണും മാത്രമേ ഉള്ളൂ. അത് ഞാൻ തെളിയിച്ചു തരാം. നീ കഞ്ഞിക്ക് വെള്ളോട്ടോ? ഏ, കഞ്ഞിക്ക് വെള്ളോട്ടോ ഒന്ന്. എക്സ്ക്യൂസ് മീ, ഇനി അംഗം തീരുന്നവരെ എന്റെ ആഹാരം അന്നപൂർണയിൽ നിന്നാണ്. തന്റെ കഞ്ഞി തനിക്ക്, എന്റെ കഞ്ഞി എനിക്ക്. ഗുഡ് ബൈ. പോടാ കഞ്ഞി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇഷ്ടവും അനിഷ്ടമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചാലുള്ള മറുപടി മാഷ് ഇതുവരെ പറഞ്ഞില്ല. എനിക്ക് പുഷ്കരനും കണ്ണനും ഒരുപോലെയാ. നീ തരുന്നത് പോലെ തന്നെ കൃത്യമായി വാടക അവനും തരുന്നുണ്ട്. ഒരുമിച്ച് ഒരു മുറിയിൽ താമസിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും സ്ഥലം നോക്ക്. എന്നാലും അയാളെ പറഞ്ഞേക്കാൻ ഭാവമില്ല. നിന്റെ കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അയാൾ എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. മാഷ് ദുഃഖിക്കേണ്ടി വരും. ആദ്യം ഞാനങ്ങോട്ട് സഹിച്ചോളാം. മാഷേ, ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് സുനന്ദ ടീച്ചർക്ക് ഒരു കളങ്കവും പറ്റാതെ ഒരു കാവൽ മാലാഖയെ പോലെ ആ കശ്മീരിൽ നിന്നും അവരെ കാത്തു രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാ. അവളെ കാത്തു സൂക്ഷിക്കാൻ അവക്കറിയാം. ഇനി അതും പോരെങ്കിൽ അവളുടെ അച്ഛനായി ഞാനുണ്ട് ഇവിടെ. നീ വെറുതെ ആവശ്യമില്ലാതെ കാവൽ മാലാഖയായിട്ട് ചിറകം വിരിച്ച് അവളുടെ പിന്നാലെ നടന്ന് കഷ്ടപ്പെടണ്ട. ചെല്ലേ ചെല്ലേ ചെല്ലേ.